ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്ത് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ ഒരു സംഭവം, ഇതൊരു കഥയാണ്. ആ കഥയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് വഖ്ലു അലൈഹിം എന്ന് പറഞ്ഞത്. വഖ്ലു അലൈഹിം, അവർക്ക് ഓതിക്കൊടുക്കണം. അവർക്ക് ഓതിക്കൊടുക്കണം. ആർക്കാണ്? സഹാബിമാർക്ക്. പിന്നീട് അതിനുശേഷം വരുന്ന ഇസ്ലാമിനെ വിശ്വാസമുള്ള, റസൂലിനെ വിശ്വാസമുള്ള, ഈമാനുള്ള, അല്ലാഹുവിൽ വിശ്വാസമുള്ള, ഖുർആനിൽ വിശ്വാസമുള്ള ആളുകൾക്ക് ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. വഖ്ലു അലൈഹിം, ധാരാളം വിശാലമായ അർത്ഥസാധ്യതയുള്ള വാക്കാണ് വഖ്ലു അലൈഹിം. വഖ്ലു അലൈഹിം, തിലാവത്ത് ചെയ്തു കൊടുക്കണം അവർക്ക്. ഏതാണ് സംഭവം? നബഅ ബനൈ ആദമ ബിൽ ഹഖ്, ആദം അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളുടെ ചരിത്രം, അവരുടെ വൃത്താന്തം, അവരുടെ കഥ ബിൽ ഹഖ്, സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ ചരിത്രം സത്യസന്ധമായി ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഖുർആനൻ, അവർ രണ്ടാളും ഒരു ഖുർആൻ, ഒരു ബലി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകിയപ്പോൾ ഫതുഖബ്ബില മിൻ അഹദിഹിമാ, അവരിൽ ഒരാളുടെ ബലി അല്ലാഹു തആല സ്വീകരിച്ചു, ഒരാളുടെ ഖുർആൻ അല്ലാഹു സ്വീകരിച്ചു. വലം യതഖബ്ബൽ മിനൽ ആഖർ, മറ്റൊരാളുടെ രണ്ടാമത്തെ ആളുടെ ബലി ഖുർആൻ അല്ലാഹു തആല സ്വീകരിച്ചില്ല. ആ ഒരു ദേഷ്യത്താൽ ആ രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളോട് പറഞ്ഞു, ജ്യേഷ്ഠനും അനുജനുമാണ്, ഒരു വാപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദരന്മാരാണ്. ആ രണ്ട് സഹോദരന്മാർ അല്ലാഹുവിന് ബലി നൽകി. ഒരാളുടെ ബലി അല്ലാഹു സ്വീകരിച്ചു, ഒരാളുടേത് സ്വീകരിച്ചില്ല. സ്വാഭാവികമായും രണ്ടാമത്തെ ആൾക്ക് ആദ്യത്തെ ആളോട് ദേഷ്യമായി, പകയായി, വെറുപ്പായി, വിദ്വേഷമായി. അവിടെ തുടങ്ങി കാലം അയാൾ പറഞ്ഞു. അയാളെ ആ ദേഷ്യവും വെറുപ്പും പകയും അയാളെ അന്തരമാക്കി മാറ്റി. അയാളെ പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നുകളയും. എന്ത് തെറ്റാ ചെയ്തത്? തന്റെ സഹോദരൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലാഹു സ്വീകരിക്കേണ്ടത് ഏത്? അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം. ഇയാളുടെ ബലി അല്ലാഹു സ്വീകരിച്ചു, മറ്റയാളുടെ സ്വീകരിച്ചില്ല. അതിന് ഈ ആൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. എന്നാലും അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും. വളരെ ആദ് കൊടുത്ത് ലോകത്തെ തന്നെ കേൾപ്പിക്കേണ്ട കഥയാണ്. ലോകത്തെ തന്നെ കേൾപ്പിക്കേണ്ട കഥയാണ്. കാലം അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തെ ആള് പറഞ്ഞു, നിരപരാധിയായ ഒന്നാമത്തെ ആള് പറഞ്ഞു, ഇന്നമായ അല്ലാഹു തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. എന്തെന്ന് പറഞ്ഞില്ല, എന്തും. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു തആല എന്തും സ്വീകരിക്കുള്ളൂ. ലഇൻ ബസത്ത ഇലയ്യ യദക ലി തഖ്തുലനി, എന്നെ കൊല്ലുന്നതിന് വേണ്ടി നീ നിന്റെ കൈ നീട്ടിയാൽ, ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്നെ കൊല്ലുന്നതിന് വേണ്ടി നീ നിന്റെ കൈകൾ നീട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനും നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കോ? ഇല്ല. ഞാനും നിന്നെ കൊല്ലുന്നതിന് വേണ്ടി, തിരിച്ചു കൊല്ലുന്നതിന് വേണ്ടി ശ്രമിക്കോ? ഇല്ല. നിന്നെ കൊല്ലുന്നതിന് വേണ്ടി എന്റെ കൈകൾ ഞാൻ നീട്ടുകയില്ല. നീ എന്നെ കൊന്നാലും, നീ എന്നെ കൊല്ലുന്നതിന് നിന്റെ കൈകളെ നീ നീട്ടിയാലും, നിന്നെ തിരിച്ചടിക്കുന്നതിന്, നിന്നെ കൊല്ലുന്നതിന് എന്റെ കൈകൾ ഞാൻ നീട്ടുകയില്ല. കാരണം എന്താണ്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ,
സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനെ എനിക്ക് പേടിയാണ്. ഞാൻ എന്റെ വികാരത്തിനനുസരിച്ചും എന്റെ ചിന്തകൾക്കനുസരിച്ചും ജീവിക്കുന്ന ആളല്ല, മറിച്ച് അള്ളാഹുവിന്റെ ശരീഅത്ത്, അള്ളാഹുവിന്റെ ശറഅ്, അവന്റെ നിയമം, അവന്റെ ഇഷ്ടം, അവൻ പറയുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ കൂടെ അടിച്ച് ഞാൻ തിരിച്ചടിച്ച്, എന്നെ കൊല്ലാമെന്ന് ഞാൻ തിരിച്ചു കൊല്ലാൻ പോയി നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. ഇത് എന്റെ രീതിയല്ല, ഇത് മുസ്ലിമിന്റെ രീതിയല്ല, ഇത് മുഅ്മിനിന്റെ രീതിയല്ല, ഇത് ഖുർആനിന്റെ രീതിയല്ല, ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രമല്ല, ഖുർആനിൽ നിന്ന് നമ്മൾ തിലാവത്ത് ചെയ്യുന്നത് ഒന്നുമല്ല. ഇത് ഒന്നുമായി ഒരു ബന്ധമില്ലാത്ത ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. അതുകൊണ്ട് കൊലപാതകം അത് ഞാൻ ചെയ്യൂല. എന്നെ നീ കൊന്നാലും നീ കൊന്നോളും. ഇന്നി ഉരീദു, പിന്നെ എനിക്കുള്ള ന്യായം എന്താണ്? ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക, എന്റെ പാപവും നിന്റെ പാപവും നീ ഏറ്റെടുക്കേണ്ടി വരും. ഇതാ സംഭവിക്കുക. ഫതകൂന മിൻ അസ്ഹാബിന്നാർ, നീതി ന്യായം എനിക്ക് കിട്ടും, നീ നരകാവകാശിയായി മാറുകയും ചെയ്യും. അവനൊന്ന് നന്നാവണത് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കുത്താൻ വരുന്ന പോത്തിന് മുമ്പിൽ വേദം ഓതുക എന്ന് പറയുന്നുണ്ടല്ലോ, അതല്ല ഇവിടെ നടത്തിയത്. നമ്മൾ പറയും കുത്താൻ വരുന്ന പോത്തിന്റെ മുമ്പിൽ വേദം ഓതിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. കാര്യം ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞത്, കാര്യം ഉണ്ടെന്ന ഖുർആൻ. അവനോട് പോലും വേദം ഓതി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. മോനെ, ഇവിടെ കൊണ്ട് അവസാനിക്കൂലട്ട മോനെ, ഞങ്ങളെ കൊന്നത് കൊണ്ട്, ഞങ്ങളെ വംശീയമായി ഇല്ലാതാക്കിയത് കൊണ്ട് കഥ ഇവിടെ അവസാനിക്കൂലട്ട മോനെ. മരണാനന്തരം ജീവിതം ബാക്കിയുണ്ട് സഹോദരങ്ങളെ, മനുഷ്യരെ എന്നവർ പറഞ്ഞു കൊടുക്കണം. ഇന്നി ഉരീദു അൻ തഖൂഅ ബിഇസ്മി വഇസ്മിക, എന്റെ പാപവും നിന്റെ പാപവും കൊണ്ട് നീ പോകും, നീ ചുമക്കേണ്ടി വരും. വതകൂന മിൻ അസ്ഹാബിന്നാർ, പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നരകാവകാശികളിൽ, നരകത്തിന്റെ ആളുകളിൽ നീ ഉൾപ്പെടുകയും ചെയ്യും. നീ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. തിരിച്ച് ബോംബുണ്ടാക്കാനും വാളുണ്ടാക്കാനും കുന്തുണ്ടാക്കാനും കുറുവടുണ്ടാക്കാനും അല്ലാഹ് പറഞ്ഞാൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല, ക്ഷമിക്കുക എന്നുള്ളതാണ്. അതാണ് ശരീഅത്ത്, അതാണ് ഇസ്ലാം. വദാലിക ജസാഉൽ ളാലിമീൻ, അത് അക്രമികളുടെ രീതിയാണ്. ആളുകൾ ഇങ്ങോട്ട് കൊന്ന അങ്ങോട്ട് കൊല്ലുക എന്നുള്ളത് അക്രമികളുടെ രീതിയാണ്. അത് ആ നരകം എന്നുള്ളത് ജസാഉൽ ളാലിമീൻ, അക്രമികൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ശിക്ഷ. അതാണ് ആ ജസാ, അതാണ് നരകമാണ്. കൊലപാതകികൾക്കുള്ള, ഭൂമിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള, കലാപങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള ശിക്ഷ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുന്നത്. ളാലിമീങ്ങളിൽ നീ ഉൾപ്പെട്ടു പോകും. ഫതവഅത് ലഹു നഫ്സുഹു, പക്ഷേ ഈ ഉപദേശമൊന്നും അവന്റെ തല കയറിയില്ല. ഫതവഅത് ലഹു നഫ്സുഹു, അവന്റെ നഫ്സ്, അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ചിന്തകളും അവന്റെ ദുനിയവിയായ മോഹങ്ങളും എല്ലാം അവന്റെ നഫ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ? അല്ല. മുസ്ലിമീങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ? അല്ല. മുഅ്മിനീങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തത് കൊണ്ടാണോ? അല്ല. രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണോ? അല്ല. പിടിച്ചു പറിച്ചത് കൊണ്ടാണോ? അല്ല. അവരുടെ സ്വത്ത് കൊള്ളയടിച്ചത് കൊണ്ടാണോ? അല്ല. ഒന്നല്ല. ഇവന്റെ മനസ്സിനെയും ഇവന്റെ ചിന്തയെയും വംശീയമായ വെറിയും വിദ്വേഷവും പകയും കുടിപ്പകയും അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അങ്ങനെ അവന്റെ നഫ്സിന്റെ ആഗ്രഹത്തിന് അവൻ കീഴ്പ്പെട്ടു. അവന്റെ മനസ്സിന്റെ ആഗ്രഹത്തിന്, ആ ഇച്ഛക്ക്, ആ അഹന്തക്ക് അവൻ കീഴ്പ്പെട്ടു. തന്റെ സഹോദരനെ കൊല്ലുക എന്നുള്ളത് അവന്റെ നഫ്സ്, ആ നഫ്സിന് നല്ലതായിട്ട് തോന്നിച്ചു. കൊന്നുകളഞ്ഞു. നിരപരാധിയായ തന്റെ സഹോദരനെ അവൻ കൊന്നുകളഞ്ഞു. അവൻ അങ്ങനെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെട്ടു പോവുകയും ചെയ്തു. ആര്? കൊല്ലപ്പെട്ടവരാണോ? അല്ല. കൊല്ലപ്പെട്ടവരാണോ? അല്ല. മറിച്ച് കൊന്നവൻ മിനൽ ഖാസിരീൻ, അവൻ നഷ്ടപ്പെട്ടു. അവന്റെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും നഷ്ടപ്പെട്ടു. ഇതാണ് ഇസ്ലാം. ഇസ്ലാം ലോകത്തോട് പറയുന്നത് മനുഷ്യന്റെ മനസ്സുകളോടാണ് ഇസ്ലാം സംവദിക്കുന്നത്, ഹൃദയത്തോടാണ് സംവദിക്കുന്നത്, ശരീരത്തോടല്ല. ശരീരത്തെ കീഴ്പ്പെടുത്തലല്ല, ശരീരത്തെ വെട്ടിമുറിക്കലല്ല, ശരീരത്തെ ബോംബിട്ട് പിച്ച് ചീന്തലല്ല, വീടുകൾ തകർക്കലല്ല, മറിച്ച് മനസ്സുകളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. മനസ്സിനോടാണ്.
ഹൃദയങ്ങളോടാ, ബുദ്ധിയോടാ, ചിന്തയോടാ സഹോദര ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? നിങ്ങൾക്ക് കിട്ടാനുള്ളത് നരകമാണ്. ഈ ലോകത്തോടു കൂടി നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതം അത് അവസാനിക്കുകയില്ല. എനിക്കും നിനക്കും ഒരു രക്ഷിതാവുണ്ട്. എനിക്കും നിനക്കും ഭക്ഷണം തന്ന് അന്നം തന്ന് വളർത്തുന്ന ഒരു രക്ഷിതാവുണ്ട്. ലോകത്തിനൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി ജീവിക്കും മനുഷ്യ എന്ന് വെട്ടാൻ വരുന്ന പോത്തുകളോട് പോലും വേദം ഓതാനാണ് വിശുദ്ധമായ എന്നിരിക്കെ നിരപരാധികളായ ആളുകളെ, എന്നെ കൊന്നിട്ടില്ലാത്ത, എനിക്ക് അറിയുക പോലും ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിച്ചിട്ടില്ലാത്ത ആളുകളെ കൊല്ലാൻ ഇസ്ലാം എങ്ങനെ സമ്മതിക്കും? എന്നെ കൊല്ലാൻ വന്നവനോട് പോലും നിന്നെ ഞാൻ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയില്ല, മറിച്ച് നീ അല്ലാഹുവിനെ ഓർക്കണം, സൃഷ്ടാവിനെ ഓർക്കണം, നരകമുണ്ട്, അതുകൊണ്ട് നീ ഈ ചെയ്തിയിൽ നിന്ന് പിന്മാറണം എന്ന് പറയുകയല്ലാതെ ഒരു വാളെടുത്ത് നിന്നെ വെട്ടുവാൻ ഇവിടെ ഇസ്ലാമിന്റെ ചരിത്രം ഖുർആൻ ഉൾപ്പെടുത്തി നമ്മളെ പ്രത്യേകം വഖ്തുലു അലൈഹിം അവർക്ക് ഓതി കൊടുക്കണം എന്ന് പഠിപ്പിച്ച ചരിത്രം സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളെ വിനോദസഞ്ചാരത്തിന് വന്ന, ടൂറിന് വന്ന, കാഴ്ചകൾ കാണാൻ വേണ്ടി വന്ന ദമ്പതികളെ, മനുഷ്യനെ, ആണിനെ, പെണ്ണിനെ, കുടുംബക്കാരെ, അച്ഛനെ, അമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, ആരെന്ന് പോലും അറിയാത്ത ആളുകളെ കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മിൻ അജ്ലി ദാലിക, അതുകൊണ്ട് മിൻ അജ്ലി ദാലിക, അതുകൊണ്ട് കതബനാ, നാം എഴുതി. ഓരോ വാക്കുകളും ഇതിന് മൊത്തത്തിൽ പറയാം, പക്ഷേ ഈ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഓരോ ആയത്തിലും ഓരോ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാനായിട്ട് ഓരോ പോയിന്റുകളായത്തുകൾ കതബനാ എഴുതി കൊടുത്തു, പറഞ്ഞെടുത്തു എന്നല്ല, കതബനാ എഴുതി കൊടുത്തു, നാം എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് സംശയമില്ലാതിരിക്കുന്നതിന് വേണ്ടി. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, എഴുതി വാങ്ങണം, വാക്ക് മാറാതിരിക്കാൻ. വാക്കാല് പറയണ വർത്താനത്തിന് ഒരു വിലണ്ട്, എന്നാൽ അത് എഴുതി വാങ്ങുന്നതിന് അതിനേക്കാൾ പ്രാധാന്യമുണ്ട്. നാം എഴുതി കൊടുത്തു, അലാ ബനി ഇസ്രാഈൽ, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ എഴുതി കൊടുത്തു, അന്നഹു, തീർച്ചയായ കാര്യം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, മൻ ഖതല നഫ്സൻ, ഒരാൾ ഒരു നഫ്സിനെ, ഒരു ആത്മാവിനെ, ഒരു മനുഷ്യനെ കൊന്നാൽ, ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, മറ്റൊരു നഫ്സിനെ കൊന്നതിന് പകരമായോ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിന് പകരമായോ അല്ലാതെ. ഇതാരാ ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത് ഗവൺമെന്റാണ്, ഇസ്ലാമിക ഗവൺമെന്റാണ് ഇത് ചെയ്യേണ്ടത്. ഒരു നഫ്സിനെ, ഒരു മനുഷ്യനെ ഒരാൾ കൊന്നിട്ടുണ്ട് എങ്കിൽ ആ കൊന്ന ആളെ കൊല്ലാം. അത് ആർക്ക്? നമ്മളിങ്ങനെ 5-6 ആളുകൾ കൂടി ചേർന്നിട്ട് ഇവിടെ പ്രതിക്രിയ വിശ്വാസം നടപ്പാക്കാൻ പറ്റുമോ? പറ്റൂല. അതാരാ ചെയ്യുക? അത് ഇസ്ലാമിക ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് തെളിവുകളും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാളെ കൊല്ലുക. കാരണം മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. അത്തരത്തിലുള്ള കൊലയാളികളായ ആളുകളെ സമൂഹത്തിൽ കയറൂരി വിട്ടാൽ ഒരുപാട് മനുഷ്യന്മാർ ഇനിയും കൊല്ലപ്പെടും. അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് പകരമല്ല. അല്ലെങ്കിൽ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കി, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കലാപങ്ങൾ ഉണ്ടാക്കി, അതും ശിക്ഷിക്കേണ്ടത് ആരാണ്? വ്യക്തികളാണോ, സംഘങ്ങളാണോ, സംഘടനകളാണോ, ഗ്രൂപ്പുകളാണോ? ഒന്നുമല്ല. ഇവരൊന്നുമല്ല. ഇവർക്കൊന്നും നിയമം കയ്യിലെടുക്കാനുള്ള യാതൊരു വോയിസുമില്ല. അത് ചെയ്യേണ്ടത് നിയമപ്രകാരം നിലവിൽ വന്ന ഒരു ഭരണകൂടം അത് ചെയ്യാം. ഇത് 2 കാര്യത്തിനുമായിട്ടല്ലാതെ ഒരു മനുഷ്യനെ, നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഇത്ര വലിയ മനുഷ്യനെ ആദരിക്കുന്ന ഒരു ഗ്രന്ഥം, മനുഷ്യന്റെ രക്തത്തിന് വിലമതിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു എഴുത്ത് ഒരു ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഒരാളെ കൊന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. 27 പേരെ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം കൊന്ന ആളുകൾ, ആ ആളുകൾ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ, ഖുർആനിന്റെ ദൃഷ്ടിയിൽ
ആ ആളുകൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയാ. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ വ്യക്തമായി നമ്മൾ പഠിക്കുകയും നമ്മൾ സമൂഹങ്ങളെ പഠിപ്പിക്കുകയും ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് അല്ലാഹു വെറുതെ എഴുതി കൊടുത്ത കാര്യമാണിത്. എഴുതി കൊടുത്ത കാര്യമാണിത്. ഒരാൾക്ക് ജീവിതം കൊടുത്താൽ, ഒരാൾക്ക് ഒരാളെ ജീവിപ്പിച്ചാൽ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചത് പോലെയാണ് അവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇതാണ് അല്ലാഹുവിന്റെ കിതാബ്, ഇതാണ് ഖുർആൻ, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഈ ആയത്ത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ, വാർത്താ അവതാരകനായ അരുൺകുമാർ ഈ ആയത്ത് പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ ആശയം പറഞ്ഞു കൊടുത്തത് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇതാണ് ഇസ്ലാം. അത് പറഞ്ഞു കൊടുക്കേണ്ടത്, അത് ലോകത്തിൽ അത് പ്രചരിപ്പിക്കേണ്ടത്, ഇതാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. നമ്മളെ മക്കളത് പഠിപ്പിക്കേണ്ടത്. കാരണം മക്കൾ തെറ്റിദ്ധരിക്കും, പുതിയ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതെന്താണ് ഒരു താടിയും തൊപ്പിയും വെച്ച ആളുകൾ, തലപ്പാവ് വെച്ച ആളുകൾ, ജുബ്ബട്ട ആളുകൾ, ആ ആളുകൾ ചെയ്യുന്ന തോന്നിയാസങ്ങളും അക്രമങ്ങളും ഭീകരമായ പ്രവർത്തനങ്ങളെല്ലാം ഇസ്ലാമാണ്, ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ഹദീസ് പറഞ്ഞ കാര്യമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്നുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ആളുകളുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ആയത്തുകൾ പ്രത്യേകമായി പഠിക്കുകയും അത് പ്രത്യേകമായി സമൂഹ മധ്യത്തിൽ അവർക്കെല്ലാവർക്കും, ഇന്ത്യയിൽ എത്ര കോടി, 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ 140 കോടി ജനങ്ങളിലും ഈ ആയത്ത് എത്തിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ബാധ്യത അല്ലാഹ് എഴുതി തന്ന കാര്യമാണ്. ഇത്രയും മനുഷ്യനെ ആദരിച്ചത് നമ്മുടെ പ്രവാചകന്മാർ, നമ്മുടെ ദൂതന്മാർ വ്യക്തമായ വ്യക്തമായ രേഖകളുമായി ചെന്നിട്ടുണ്ടായിരുന്നു, വ്യക്തമായ ബയ്യനാറ്റുകളുമായി ചെന്നിട്ടുണ്ടായിരുന്നു. ഊഹാമോഹങ്ങളല്ല ദീൻ, ആരുടെയെങ്കിലും ചിന്തകളല്ല ദീൻ, ആരുടെയെങ്കിലും തീരുമാനങ്ങളല്ല ദീൻ. അല്ലാഹ് പറഞ്ഞതാണ് ദീൻ. ഇസ്ലാം എന്ന അല്ലാഹ് പറഞ്ഞ ഇസ്ലാം അല്ലാഹുവിന്റെ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകളല്ല തീരുമാനിക്കുന്നത്, തീവ്രവാദ ഗ്രൂപ്പുകളല്ല ഇസ്ലാം എന്താണെന്ന് തീരുമാനിക്കുന്നത്, ഭീകരവാദ ഗ്രൂപ്പുകളല്ല ഇസ്ലാം എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. ഇസ്ലാം അത് അല്ലാഹുവിന്റേതാണ്, ഇസ്ലാം അല്ലാഹുവിന്റേതാണ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇസ്ലാം എന്ന്. വ്യക്തമായ രേഖകൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട് ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും അതിക്രമികളായി തീർന്നു എന്നാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഇസ്ലാമിൽ മനുഷ്യന് വലിയ സ്ഥാനമുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് ആ മനുഷ്യൻ എന്നുള്ളത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സൃഷ്ടിച്ചത് എന്താ വിചാരിച്ചു? മുസ്ലിങ്ങളെ മാത്രം അല്ലാഹു സൃഷ്ടിച്ചു. മുസ്ലിം അല്ലാത്ത വേറെ ആളുകൾക്ക് കയ്യും കാലും കണ്ണും മൂക്കും ഭാര്യയും മക്കളും കുടുംബവും സ്വത്തും ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തത് വേറെ ആളുകളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചു. മനുഷ്യനെ ഏറ്റവും നല്ല രൂപം കൊടുത്തു നാമാണ് സൃഷ്ടിച്ചത്. അല്ലാഹ് പറഞ്ഞതാണ്. മുസ്ലിമാനല്ല പറഞ്ഞത്, മുസ്ലിമിനെ ഏറ്റവും നല്ല രൂപം കൊടുത്ത് ഞാനാണ് സൃഷ്ടിച്ചത് എന്നല്ല പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞത്. അപ്പോ മനുഷ്യൻ എന്നുള്ളത് ഏത് മതക്കാരനായാലും, ഏത് രാജ്യക്കാരനായാലും, എത്ര കറുത്തവനായാലും വെളുത്തവനായാലും ആരായാലും ഒരാളെ, ഒരു മനുഷ്യനെ കാണുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, എന്റെ റബ്ബ് സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണ്. ആ മനുഷ്യൻ അവൻ ആരാകട്ടെ അവനെ ആദരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവന്റെ ശരീരത്തെ ബഹുമാനിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഖുർആൻ പറഞ്ഞത് ലാ ശക്ക, പണ്ഡിതന്മാർ പറഞ്ഞു അന്ന മൻസിലത്തുൽ ഇൻസാനി ഇൻദല്ലാഹി അസ്സ വജല്ല മൻസിലത്തുൻ അളീമ. അല്ലാഹുവിന്റെ അടുക്കൽ മനുഷ്യന്റെ സ്ഥാനം എന്നുള്ളത് മൻസിലത്തുൻ അളീമ, ഉന്നതമായ സ്ഥാനമാണുള്ളത്. പൊട്ടിച്ച് കളയാൻ കഴിയില്ല. തോക്കുതിരെ കാണിച്ചിട്ട് നിന്റെ പാപ്പാന്റെ പേരെന്താണ്, പെരുമ ചൊല്ല്, പാപ്പിയോത് ആ ഉടൻ അറിയില്ലെങ്കിൽ നിന്റെ ഇപ്പൊ കൊല്ലും എന്ന് പറയാൻ ഇസ്ലാമിൽ ഒരു വകുപ്പില്ല. മനസ്സിലാക്കണം.
നീ കലിമ ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഷഹാദത്ത് പറയൂ, പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാനിപ്പോ വെടിവെച്ച് കൊല്ലുമെന്ന് പറയാൻ ഇസ്ലാമിൽ ഒരു വകുപ്പില്ല. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഒരു മനുഷ്യനെ ആദരിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കാരണം മനുഷ്യൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹ് പറയുന്നുണ്ട്, ലാ ശക്ക അന്ന മൻസിലതൻ ഇൻദല്ലാഹി തആല മൻസിലതൻ അദീമ യഖൂലു. അല്ലാഹ് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മുഴുവൻ മക്കളെയും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ മുസ്ലിമൂൻ എന്നുള്ള മുസ്ലിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്നല്ല അല്ലാഹ് പറഞ്ഞത്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മനുഷ്യരെ, ആദമിന്റെ മക്കളെ. ആദമിന്റെ മക്കളിൽ എല്ലാ മതക്കാരും പെടും. അല്ലാഹുവിനെ ചീത്ത പറയുന്ന ആളുകൾ പെടും, റസൂലിനെ നിഷേധിക്കുന്ന ആളുകൾ പെടും, മുസ്ലിങ്ങളെ തെറി പറയുന്ന ആളുകൾ പെടും, അല്ലാഹുവിനെ അങ്ങേയറ്റം പരിഹസിക്കുന്ന ആളുകൾ സർവ്വ മനുഷ്യരും ബനി ആദം എന്നതിൽ പെട്ടില്ലേ? ഒരാളെ മാറ്റി നിർത്താൻ നമുക്ക് ഒരു അവകാശമില്ല. ഇത് ഖുർആനാണ് പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹ് ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കട്ടെ. അല്ലാഹ് ബഹുമാനിച്ചവരെ, അല്ലാഹ് ആദരിച്ചവരെ, വിവിധ മതസ്ഥരായ ആളുകളെ, വിവിധ ജാതികളായ ആളുകളെ, വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഒറ്റ കാരണത്താൽ, എന്ത് കാരണം? മനുഷ്യനാണവൻ. ഒറ്റ കാരണം ആദരിക്കണം. എന്ത് കാരണം? മനുഷ്യനാണവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശവങ്ങളെ പോലും, ഇതര മതസ്ഥരായ ആളുകളുടെ മയ്യിത്തുകളെ പോലും ആദരിച്ച പ്രവാചകനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ജൂതന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എണീറ്റ് നിന്നു. ജൂതന്റെ മയ്യിത്ത്, ഒരു യഹൂദിയുടെ മയ്യിത്ത് എഴുന്നേറ്റ് നിന്നു. ആളുകൾക്ക് മനസ്സിലായില്ല ഇതെന്ത് ദീൻ എന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ട് എണീറ്റു? അതൊരു ജൂതനല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞല്ല, അതൊരു മനുഷ്യനാണ്, ആദമിന്റെ മക്കളിൽപ്പെട്ട ഒരു മകനാണവൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ആയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവനെ നാം വഹിച്ചിട്ടുണ്ട്, വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു ആദരവാണ്. ഏതെങ്കിലും മൃഗങ്ങളെ അല്ലാഹു വാഹനത്തിൽ കയറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു? ഇല്ല. മനുഷ്യനെ, മുസ്ലിങ്ങൾ മാത്രമാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത്, വാഹനത്തിൽ സഞ്ചരിക്കാൻ മനുഷ്യരെ യോഗ്യനാക്കി എന്നുള്ളത് അല്ലാഹ് മനുഷ്യന് കൊടുത്തൊരു ആദരവാണ്. അല്ലാഹ് മനുഷ്യന് കൊടുത്തൊരു, മനുഷ്യന്റെ പുറത്ത് കയറിയിട്ട് ഏതെങ്കിലും മൃഗം സഞ്ചരിക്കുന്നുണ്ടോ? മനുഷ്യന്റെ പുറത്ത് കയറിയിട്ട് ഏതെങ്കിലും മൃഗം സഞ്ചരിക്കുന്നുണ്ടോ? അങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ മൃഗങ്ങളുടെ പുറത്ത് കയറി, കഴുതയുടെ, ഒട്ടകത്തിന്റെ, കുതിരയുടെ, മറ്റു പലതിന്റെയും പുറത്ത് അവനെ ഞാൻ വഹിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങളെ മാത്രമാണ് അല്ലാഹ് പറഞ്ഞത്? ഇല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ശരിയായി മനസ്സിലാക്കണം. പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ആളുകൾ, തൽപര കക്ഷികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ നാക്കിട്ടടിക്കലല്ല വേണ്ടത്. ആയത്തുകൾ പഠിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈ ഒരു ആയത്ത് മതി. ഇന്ന് ഇന്ത്യയിൽ സംഘികൾ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ, അല്ല മനുഷ്യരുടെ, ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയമായ, വംശീയമായ സകലമാന ചേരിതിരിവുകൾക്കും, സകലമാന വർഗീയ ആക്രോശങ്ങൾക്കും ഒറ്റ മറുപടി സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദ അതിന് തുല്യമായ ഒരു മറുപടി പറയാൻ ഒരാൾക്ക് കഴിയില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ആ പറഞ്ഞ ആ ദഅവത്ത്, ആ ഒരു ആയത്ത് ആ ചാനലിൽ കേൾപ്പിച്ചു എന്നുള്ളത്, അതിന്റെ ആശയം അവിടെ പറഞ്ഞു എന്നുള്ളത്, അത് നമ്മൾ ഒരുപാട് പണ്ഡിതന്മാർ പ്രഭാഷണങ്ങൾ നടത്തി, ജുമാ ഖുതുബകൾ നടത്തുന്നതിനേക്കാൾ എത്രയോ ഇഫക്റ്റീവായ കാര്യമാണ് ആ ഒരൊറ്റ ആയത്ത്. അയാളത് എവിടെ നിന്ന് പഠിച്ചു? ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ആയത്ത് കൊണ്ട് സംഘികളുടെ എല്ലാ അജണ്ടകളും പൊളിഞ്ഞു പോകുകയാണ്. മുസ്ലിങ്ങളെ പറ്റിയുള്ള, ഇസ്ലാമിനെ പറ്റിയുള്ള എല്ലാ ആക്രോശങ്ങളും, വർഗീയമായ സകല ചേരിതിരിവുകളും, ഇവരെ വിശ്വസിക്കാൻ കൊള്ളൂല, ഇവര് പാകിസ്ഥാനിലേക്ക് പോകണം,
ഇവർ ഭീകരവാദികളാണ്, ഇവർ നമ്മളെ കൊല്ലുന്നവരാണ്, ഇവർ മതം നോക്കി കൊല്ലുന്നവരാണ് തുടങ്ങി സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും എല്ലാ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ട് ചേരിതിരിവുകൾ ഉണ്ടാക്കി വോട്ടാക്കി വോട്ട് ബാങ്കാക്കി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുടെ മുഴുവൻ കാറ്റഴിച്ചു വിടാൻ പോയ ഒരു വചനം 1400 കൊല്ലം മുമ്പ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലുള്ള വാക്കാണ്. നമുക്കതിന്റെ ശക്തി മനസ്സിലായിട്ടില്ല, നമുക്കതിന്റെ വലിപ്പം മനസ്സിലായിട്ടില്ല, നമുക്കതിന്റെ മഹത്വം, അതിന്റെ ഇഫക്റ്റ് എവിടത്തോളം എത്തും. ഒരു മനുഷ്യനെ കൊന്ന നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം നൽകിയ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയത് പോലെയാണ് എന്നതിന് തുല്യമായ ഒരു വാക്ക് പറയാൻ ഒരു മുസ്ലിം പണ്ഡിതന് വിചാരിച്ച നടക്കൂല. ആയിരക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാർ വിചാരിച്ചാൽ നടക്കൂല. ഇതിന് തുല്യമായ ഒരു വാചകം ഇത്ര ശക്തമായി മറ്റുള്ളവരെ മതസ്ഥരായ ആളുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വാചകം ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂല സഹോദരങ്ങളെ. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, നമ്മുടെ രക്ഷ എന്നുള്ളത് അതാണ്, നമ്മുടെ സഹായം എന്നുള്ളത് അതാണ്, നമ്മുടെ കവചം എന്നുള്ളത് അത് നമ്മുടെ അല്ലാഹു തആല നമുക്ക് ഇറക്കി തന്നിരിക്കുന്ന പാശം എന്നുള്ളത് ഖുർആൻ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ആയത്തിൽ ബാക്കി സൂറത്ത് ഇസ്രായേൽ 70-ാമത്തെ ആയത്ത് നമ്മൾ എടുത്തു നോക്കണം. വറസഖനാഹും മിനത്വയ്യിബാത്ത്, ത്വയ്യിബാത്തുകൾ മനുഷ്യനെ കൊടുത്തു. അത് മുസ്ലിമിന് മാത്രമാണോ, അറബികൾക്ക് മാത്രമാണോ, സൗദികൾക്ക് മാത്രമാണോ, ഖത്തറികൾക്ക് മാത്രമാണോ, വെളുത്തോലിക്ക് മാത്രമാണ് അന്യ പ്രദേശത്ത് താമസിക്കുന്നത്? ഇല്ല. ത്വയ്യിബായ ഭക്ഷണ പദാർത്ഥങ്ങൾ മനുഷ്യനെ കൊടുത്തു, മനുഷ്യനെ ഞാൻ ആദരിച്ചു എന്ന് പറയാം. നമ്മൾ വേറെ ആളുകളെ കാണുമ്പോൾ, മതസ്ഥരായ ജാതികളായ ആളുകളെ മറ്റോരെ കാണുമ്പോൾ ഒരു പുച്ഛമോ ഒരു പരിഹാസം, നമ്മൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒന്നിന്റെ ആവശ്യം, എന്റെ റബ്ബ് ആദരിച്ച മനുഷ്യനാണ് ആ വരുന്നത്. അവൻ ഏത് ജാതി ആയിക്കൊള്ളട്ടെ, എത്ര താഴ്ന്നവനായിക്കൊള്ളട്ടെ, ആദരിച്ചവരാണ് ആ വരുന്നത് എന്ന ചിന്ത ഉണർത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു നാം സൃഷ്ടിച്ച പലരെക്കാളും മനുഷ്യനെ ഞാൻ ആദരിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന് ശറഹിലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, ലഖദ് ഹറമല്ലാഹു സഫഖ ദിമാഇ വഇസ്റാഖിൽ അർവാഹി തഹരീമൻ ശദീദൻ ഇല്ല മസ്തസ്നാഹു. അല്ലാഹു തആല എല്ലാ അർവാഹുകളെയും, എല്ലാ ആത്മാക്കളെയും, എല്ലാ മനുഷ്യന്റെ രക്തങ്ങളെയും അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. വഹാദാ, ഇത് യശ്മിലു മുസ്ലിം വൽ കാഫിർ, ഇതിലെ മുസ്ലിമും ഉൾപ്പെടും കാഫിറും ഉൾപ്പെടും. മുസ്ലിമിനെ ആദരിക്കണം, കാഫിറിനെയും ആദരിക്കണം. ഫത്ഹുൽ ഖദീറിൽ പറഞ്ഞതാണ്. ഫത്ഹുൽ ഖദീർ വൽ മുആഹിദ് നമ്മളോട് കരാർ ചെയ്തിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ വൽ മുസ്തഅമിൻ നമ്മൾ അഭയം കൊടുത്തിട്ടുള്ള ആളുകൾ, അവർ മുസ്ലിങ്ങളല്ല, കാഫിർ മുസ്ലിമല്ല, വൽ മുആഹിദ് മുസ്ലിമല്ല, വൽ മുസ്തഅമിൻ നമ്മൾ അഭയം കൊടുത്തിട്ടുള്ള ആളുകൾ മുസ്ലിമല്ല, മുആഹിദ് നമ്മളോട് കരാർ ചെയ്തിട്ടുള്ള ഈ രാജ്യത്തുള്ള ആളുകൾ, ഈ രാജ്യത്തിനോട് നമുക്കൊരു കരാറുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് നമുക്കൊരു കരാറുണ്ട്. ആ കരാറുകൾ കുട്ടികൾ പ്രതിജ്ഞയിൽ പറയാറുണ്ട്, നമ്മൾ ഭാരതീയരാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഏകോദര സഹോദരി സഹോദരന്മാരാണെന്ന് പറയാൻ കരാറാണ്. മറ്റൊരു രാജ്യത്തിന്, അത് ഏത് രാജ്യമാണെങ്കിലും, ഈ രാജ്യത്തിനെതിരെ, ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെ യുദ്ധത്തിന് വന്നാൽ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, എല്ലാവരും ഏകോദര സഹോദരി സഹോദരന്മാരാണ് എന്നത് ഈ രാജ്യത്തിന് മുസ്ലിങ്ങൾ കൊടുത്ത കരാറാണ്. ആ കരാർ കൊടുത്തവരാണ്. ആ കരാർ ഈ രാജ്യത്തുള്ള വിവിധ മതസ്ഥരായ ആളുകൾക്ക് നമ്മൾ കരാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇന്ത്യക്കെതിരെ, ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യത്തിന് പുറത്തുള്ള മറ്റേത് രാജ്യമാകട്ടെ യുദ്ധത്തിന് വന്നാൽ ഞങ്ങളെല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കും. ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, ഇവിടെ നിന്ന് അവിടെ കൂറ് കാണിക്കുകയില്ല. ഇത് ഖുർആൻ പഠിപ്പിച്ച കാര്യോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ കാര്യം നിങ്ങൾക്ക് തോന്നണ്ട. ഞാൻ എന്റെ സ്വന്തം പക പറയണമെന്നില്ല. ഇത് ഫത്ഹുൽ കബീർ പറഞ്ഞ കാര്യം. ഇമാം ഷൗക്കാനിയുടെ ഫത്ഹുൽ ഖദീറിൽ നിന്നാണ് വായിക്കുന്നത്. ആ മുസ്ലിമിനാകട്ടെ, കാഫിറിനാകട്ടെ, മുഹാഹിദിനാകട്ടെ, മുസ്തഅമിൻ അഭയം കൊടുത്തവനാകട്ടെ, അഹ്ലുൽ ദിമ്മത്തിനാകട്ടെ, ഇവരോടെല്ലാം അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. إن رسول الله صلى الله عليه وسلم قال ابن مسعود قال رسول الله صلى الله عليه وسلم من قتل معاهدا
മൻ ഖതല മുആഹദൻ, നിങ്ങൾ കരാർ ചെയ്ത ഒരാളെ ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മണം പോലും കിട്ടൂല. നിങ്ങളോട് കരാർ ചെയ്ത അമുസ്ലിങ്ങളായ ആ കൂട്ടത്തിൽപ്പെട്ട അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മുസ്ലിമായ നീ വധിച്ചാൽ, ഇവിടെ നമ്മളെ വധിച്ച മുസ്ലിങ്ങളെ വധിച്ചാൽ, ന്യൂനപക്ഷങ്ങളെ വധിച്ചാൽ ആ ആളുകൾ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ബഹുമാനായിട്ട് സ്വീകരിക്കും. നമുക്ക് കാണാൻ പറ്റും? നമുക്ക് പറ്റൂല. ആ പണി നമുക്ക് പറ്റൂല. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് അവിടെയുള്ള മുസ്ലിങ്ങളുടെ കടമയാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കടമയാണ്, ഗവൺമെന്റിന്റെ കടമയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഒരു ന്യൂനപക്ഷമല്ലേ, നമ്മളുടെ ഭൂരിപക്ഷമെങ്കിൽ ഓനെ കൊല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നോട് കരാറ് ചെയ്തിട്ടുള്ള കാഫിറായ അമുസ്ലിമായ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ജൂതനായ ജൈനനായ മുസ്ലിമല്ലാത്ത ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്താ? ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മണം പോലും അവന് കിട്ടൂല. ഓ വലിയ നേതാവാണെന്നല്ല പഠിപ്പിച്ചത്. നമ്മൾ ഇസ്ലാമിനെ പറ്റി പുറത്തുപോയ കുറച്ച് ആളുകൾ, നമുക്കുണ്ട തെറ്റിദ്ധാരണ, പലർക്കുണ്ട തെറ്റിദ്ധാരണ. കിട്ടൂല, മണം കിട്ടൂല. 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വഴി ദൂരത്ത് അത്രയും സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ ഉണ്ടാവും. 40 വർഷം വഴി ദൂരം സഞ്ചരിച്ച അത്രയും ദൂരത്ത് സ്വർഗത്തിന്റെ മണം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ആ 40 വർഷത്തെ വഴി ദൂരത്തിന്റെ അടുത്ത് പോലും എത്തൂല. ആരെത്തൂല പറഞ്ഞത്? ആരെത്തൂല? ഒരു അമുസ്ലിമായ ഒരാളെ കൊന്ന മുസ്ലിം എത്തൂല. റസൂലുള്ള പഠിപ്പിച്ചതാണ് ഈ ഹദീസ്. ഈ നാട്ടിലുള്ള ജനങ്ങളെ കേൾപ്പിക്കണോ കേൾപ്പിക്കട്ടെ? ഈ നാട്ടിലുള്ള ഹൈന്ദവരായ ക്രൈസ്തവരായ നല്ലവരായ നാട്ടുകാരെ ഇത്തരം ഹദീസുകൾ കേൾപ്പിക്കണോ വേണ്ടയോ നിങ്ങൾ ആലോചിക്കണം. അതേപോലെ തന്നെ ദിമ്മികളായ ആളുകൾ, മുസ്ലിം രാഷ്ട്രത്തിലെ ന്യൂനപക്ഷങ്ങളായ ആളുകളാണ് ദിമ്മികൾ. ആ ദിമ്മികൾ ദിമ്മികളായ ആളുകൾപ്പെട്ട ഒരാളെ കൊന്നാൽ ഈ ഹദീസ് റസൂലുള്ളാഹി ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പരിമളം അവന് കിട്ടൂല. അഖ്റജ അഹ്മദ് വനസായി വസഹഹു അൽബാനി ഫീ സ്വഹീഹുൽ ജാമി. വെറുതെ ഇവിടുന്ന് എടുത്ത് പറഞ്ഞ ഹദീസല്ല. ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, മനുഷ്യന്റെ രക്തത്തിന്, മനുഷ്യന്റെ ജീവിതത്തിന്, ശരീരത്തിന്, രക്തത്തിന്, അവന്റെ മാനത്തിന്, അഭിമാനത്തിന് എല്ലാം പവിത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊല്ലത്തെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഉപയോഗിച്ച വാക്കെന്താ? വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു ആത്മാവിനെയും കൊല്ലരുത്. കാരണം ഹറമല്ലാഹു, അല്ലാഹു പവിത്രമാക്കിയതാണ്. ഒരു ഹിന്ദുവിന്റെ ശരീരം അല്ലാഹു പവിത്രമാക്കിയതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ശരീരം അല്ലാഹു പവിത്രമാക്കിയതാണ്. ഒരു ജൂതന്റെ ശരീരം യുദ്ധം വേറെ. യുദ്ധം എന്നുള്ളത് അത് വേറെ. മറിച്ച് യുദ്ധമില്ലാത്ത അവസരത്തിൽ, കലാപങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത ഒരു രാജ്യത്ത് സ്വസ്ഥമായി മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുക, ആ രാജ്യത്തെ ജനങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക, പരസ്പരം തല്ലാൻ ഇസ്ലാമിന് പറ്റൂല എന്നുള്ളതാണ് ഈ പ്രമാണങ്ങളെ കാരണം. അവന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ കാരണം. നമ്മുടെ മതം, നമ്മുടെ ദീന്, ഇസ്ലാം എന്നുള്ളത്, ഖുർആൻ എന്നുള്ളത് സഹോദരങ്ങളെ ഏതൊരു മനുഷ്യന്റെ മുമ്പിലും, ഏത് സമൂഹത്തിന്റെ മുമ്പിലും ധൈര്യമായി പറയാൻ കഴിയുന്ന ആദർശങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു പ്രാർത്ഥന നമുക്ക് നോക്കാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആയാണ്. അദ്ദേഹം പറയുന്നു, റബ്ബി ഇന്നി വലംതു നഫ്സി, അല്ലാഹുവേ ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ് ചെയ്തു പോയി, അല്ലാഹ് ഫഗ്ഫിർലി, എനിക്ക് പുറത്തന്നെ. എന്താ പറഞ്ഞത്? ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി. റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി. ഇനി നിങ്ങൾ അറിയണം എന്തിനാണ് കൊന്നത്, എന്താണ് ഈ പറഞ്ഞത് എന്ന് നിങ്ങൾ അറിയണം. റബ്ബി ഇന്നി വലംതു നഫ്സി എന്ന് പറഞ്ഞല്ലോ. ആ വലംതു നഫ്സി എന്ന് പറഞ്ഞത് എന്ത് തെറ്റാണ് ചെയ്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം?
രണ്ടാളുകൾ പരസ്പരം കശപിശ കൂടുന്നുണ്ടായിരുന്നു. അതിൽ ഒരാള് മൂസാ നബിയുടെ ശീലത്തിൽപ്പെട്ടതാണ്, മൂസാ നബിയുടെ ആ ടീമിൽപ്പെട്ടതാണ്. മറ്റേയാൾ ഫിർഔനിന്റെ പട്ടാളത്തിൽപ്പെട്ടതാണ്. ഫിർഔനിന്റെ പട്ടാളത്തിൽപ്പെട്ട ഒരു സംഘി എന്ന് പറയാവുന്ന, ഒരു ഫാസിസ്റ്റ് എന്ന് പറയാവുന്ന ഒരുത്തൻ മുസ്ലിമായ പാവപ്പെട്ട ഒരുത്തനെ ആക്രമിക്കുന്നത് കണ്ട് മൂസാ നബി വന്ന് ഈ ഫാസിസ്റ്റായ സംഘിയായ ആളുടെ മുഖത്തേക്ക് ഒരൊറ്റടി, ആ ഒറ്റടിക്ക് ആള് മയ്യത്തായി. നല്ല ശക്തനായ ആളാ മൂസാ നബി അലൈഹി. ആ തെറ്റിനെ പറ്റിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നി ളലംതു നഫ്സി, ഞാൻ തെറ്റ് ചെയ്തു പോയി, അക്രമം കാണിച്ചു, എന്നോട് തന്നെ അക്രമം. അപ്പൊ എന്താ, ഒരു അമുസ്ലിമായ ഒരാളെ കൊല്ലുക എന്നുള്ളത് അക്രമമാണ്, അക്രമമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് ഇത്തരം വിജ്ഞാനങ്ങളുടെ ഒരു അക്ഷയ ഖനിയാണ്.